വിശദമായ പ്രാദേശിക വാർത്തകളിലേക്ക് പോവാം. ഇടുക്കി പീരുമേടിന് സമീപം ദിണ്ടിഗൽ ദേശീയപാതയിൽ റോഡിലേക്ക് വലിയ പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞു വീണു. രാവിലെ 8 മണിയോടെയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ പാറ ഇടിഞ്ഞു വീണത്. നന്ദുഷ ചേരുന്നു. നന്ദുഷ, ഭീകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞോ? ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാഞ്ഞത് ആശ്വാസമായി ഏതായാലും, അല്ലേ? തീർച്ചയായും മൂർത്തി, രാവിലെ 8 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. നല്ല തിരക്കേറിയ സമയമായിരുന്നു 8 മണി. കാരണം അയ്യപ്പ വാഹനങ്ങൾ നിരവധി യാത്ര ചെയ്യുന്നൊരു റോഡാണിത്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയാണ്. അതോടൊപ്പം തന്നെ ഈ 8 മണി സമയം എന്ന് പറയുമ്പോൾ വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ ഈ തോട്ടം തൊഴിലാളികളും ഒക്കെ തന്നെ തോട്ടങ്ങളിലേക്കും വിനോദസഞ്ചാര യാത്രയ്ക്കും ഒക്കെ ആയിട്ട് തന്നെ ഈ വിനോദസഞ്ചാരികളും ഒക്കെ തന്നെ പോകുന്നൊരു സമയമാണ്. ആ സമയത്താണ് ഈ പറയുന്ന രീതിയിൽ മലയുടെ മുകളിൽ നിന്നും പാറക്കൂട്ടങ്ങൾ റോഡിലേക്ക് പതിക്കുന്നത്. ഒന്നിലധികം തവണ പല രീതിയിൽ പാറക്കൂട്ടങ്ങൾ റോഡിലേക്ക് പതിക്കുകയുണ്ടായി. ഈ സമയം സെക്കൻഡുകൾക്കുള്ളിൽ വ്യത്യാസം മാത്രമാണ് ഈ വാഹനങ്ങൾ കടന്നുപോയത്. വാഹനം തീർച്ചയായും റോഡിലുണ്ടായിരുന്നെങ്കിൽ ആൾനാശം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിക്കേൽക്കുകയോ ചെയ്തേക്കാവുന്ന ഒരു അപകടമായി ഇത് മാറിയേനെ. ഈ പാറ വന്ന് വീണതിന് ശേഷം കുറേ സമയം തന്നെ റോഡിൽ ഗതാഗത കുരുക്കുണ്ടായി. ആ സമയത്ത് പോലീസും അഗ്നിശമന സേനയും ഇടപെട്ടാണ് ഈ പാറക്കൂട്ടങ്ങൾ നീക്കം ചെയ്ത് വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏതായാലും വളരെ വലിയൊരു ഭീഷണിയാണ് ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഇത്തരത്തിൽ പാറക്കൂട്ടങ്ങൾ മലയുടെ മുകളിൽ നിന്ന് വീഴുന്നതിലൂടെ ഉണ്ടാകുന്നത്. കാരണം ഈ മഴയും കാര്യങ്ങളുമൊക്കെ ഉള്ളപ്പോഴാണ് നിരവധി തവണ ഇതിനൊക്കെ പാറ റോഡിലേക്ക് വീഴുന്നത്. വാഹനങ്ങൾക്കൊന്നും കേടുപാട് സംഭവിച്ചില്ല. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കുള്ളിലുള്ള ആളുകൾക്കൊന്നും പരിക്കേൽക്കാഞ്ഞത് വലിയ അത്ഭുതം എന്ന് തന്നെ പറയാൻ കഴിയുന്നൊരു സംഭവമാണിത്. കാര്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു ഈ രാവിലെ 8 മണി എന്ന് പറയുന്നത്. ഈ മലയുടെ